നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരുവനന്തപുരം എം പി ശശി തരൂരിനെ ബിജെപിയിലെത്തിക്കാൻ ബിജെപി ദേശീയ നേതൃത്വം ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനം ഉണ്ടുകൊണ്ടിരുന്ന നായർക്കുണ്ടായ വെളിപാടാണെന്ന് കരുതുക വയ്യ. മോദിയെ വാഴ്ത്തിയതിന് പിന്നാലെ പിണറായി സർക്കാരിനെയും തരൂർ പുകഴ്ത്തി. തരൂരിന്റെ വാക്കുകൾ ദേശാഭിമാനി ലീഡ് വാർത്തയാവുകയും ചെയ്തു. ശശി തരൂരിനെതിരെ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. തരൂരിന്റെ പുകഴ്ത്തൽ പ്രതിപക്ഷ നേതാവ് അടക്കം പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് ഒരു വിഭാഗം കേരള നേതാക്കൾ പരാതിയുമായി ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. മോദിയുടെ US സന്ദർശനത്തെ പുകഴ്ത്തിയ തരൂരിന്റെ ലേഖനം പരിശോധിക്കുമെന്നും ലേഖനം താൻ വായിച്ചിട്ടില്ല എന്നുമാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി പരാതി നൽകിയില്ല എന്നാണ് സൂചന. ലേഖനം ആര് പരിശോധിച്ചാലും ഒന്നുമില്ല എന്ന് തരൂർ ഇതിന് പിന്നാലെ വ്യക്തമാക്കി. അതേസമയം ശശി തരൂർ MPയുടെ നിലപാട് പരസ്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തരൂരിന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടി നിലപാടല്ല എന്നും ദേശീയ വക്താവ് പവൻ ഖേര പറഞ്ഞു. പാർട്ടിയുടെ നിലപാടല്ല എന്നും തീരുവ അടക്കമുള്ള വിഷയങ്ങളിൽ മോദിയെ ഇരുത്തി വിരട്ടിയ ട്രംപിന്റെ നയത്തോട് എങ്ങനെ യോജിക്കാനാകുമെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര ചോദിച്ചു. മോദിയുടെ നയങ്ങൾക്കെതിരെ പാർലമെന്റിലും പുറത്തും കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുമ്പോഴാണ് തരൂരിന്റെ തലോടലെന്നത് കോൺഗ്രസ് നേതൃത്വത്തെ അപ്പാടെ ഞെട്ടിച്ചിട്ടുണ്ട്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടിമുടി വിമർശിക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പുകഴ്ത്തൽ എന്നതും ശ്രദ്ധേയം. മോദിയുടെയും ട്രംപിന്റെയും പ്രസ്താവനകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും വ്യാപാര മേഖലയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമാണ് തരൂർ പറഞ്ഞത്. തരൂരിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മോദി നയങ്ങൾക്കുള്ള അംഗീകാരമെന്ന വലിയ പ്രചാരണം BJP സമൂഹ മാധ്യമങ്ങളിൽ സജീവമാക്കിയിട്ടുണ്ട്. വിദേശകാര്യ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഗ്രാഹ്യവുമില്ല എന്നും തരൂരിനെ അല്ല താൻ ഉദ്ദേശിച്ചത് എന്നുമുള്ള പാർലമെന്റിലെ പ്രധാനമന്ത്രി ഈയിടെ നടത്തിയ പരാമർശം വലിയ ചർച്ചയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനയിൽ നിന്ന് മോദിക്ക് തരൂരിനോടുള്ള പ്രതിപത്തി വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ചും തരൂർ കോൺഗ്രസിന് തലവേദനയുണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റത് മുതൽ അങ്ങോട്ട് തരൂരിന്റെ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് കാണുന്നത്. പ്രവർത്തക സമിതി ഉൾപ്പെടുത്തിയതുപോലും സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു. അതുകൊണ്ട് തന്നെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന് കണ്ടറിയണം. എന്ത് നടപടി ഉണ്ടായാലും തരൂരിന് അതിലൊരു ചുക്കുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP രംഗത്തെത്തിയത് അപ്രതീക്ഷിതമായിട്ടാണ്. US പ്രസിഡന്റ് ട്രംപിന്റെ പ്രശംസയ്ക്ക് പിന്നാലെയാണ് തരൂരിന്റെ വാക്കുകൾ. മോദിയോട് വിലപേശൽ എളുപ്പമല്ല. അക്കാര്യത്തിൽ അദ്ദേഹം എന്നെക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളുമാണെന്ന് ട്രംപിന്റെ വാക്കുകൾ വരുമ്പോൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് വെറുതെയാവില്ല എന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അനധികൃതമായി കുടിയേറിയവരെ നിങ്ങൾക്ക് തിരികെ ഇന്ത്യയിലേക്ക് അയക്കാം. ഞങ്ങൾ അവരെ നോക്കും. അവർ ഞങ്ങളുടെ പൗരന്മാരാണ്. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വാസ്തവം അറിയില്ല എന്നും തരൂർ പറയുന്നു. ട്രംപും മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് പ്രതീക്ഷയ്ക്ക് വകയുള്ള വാർത്തകളാണെന്നും തരൂർ പറയുന്നു. താരിഫുകളെ ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഗൗരവമായ ചർച്ചകൾ ആവശ്യമാണ്. ഒക്ടോബറോടെ താരിഫ് സംബന്ധിച്ച വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതിയെ സാരമായി അത് ബാധിക്കുമെന്നും തരൂർ പറയുന്നു. തരൂരിനെ പിന്തുണച്ച കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും രംഗത്തെത്തി. മോദി ട്രംപ് ഉഭയകക്ഷി ചർച്ച നല്ലതാണെന്നും 140 കോടി ജനങ്ങളുടെ ഇന്ത്യൻ വ്യാപാര സാധ്യതകളെ ഏറെ എന്നും കനയ്യകുമാർ വ്യക്തമാക്കി. രാജ്യത്തെ ജനങ്ങളെ മനുഷ്യത്വരഹിതമായി കൊണ്ടുവരുന്നതിലാണ് ആശങ്ക. രാജ്യവും പൗരന്മാരും അപമാനിക്കപ്പെടുമ്പോൾ സർക്കാർ വ്യക്തമായ നിലപാടെടുക്കണം. സൗഹൃദ രാജ്യം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നും കുടിയേറ്റക്കാരെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് വിമാനം വിട്ടയക്കാമായിരുന്നുവെന്നും കനയ്യകുമാർ വ്യക്തമാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തരൂർ ആഗ്രഹിച്ചതാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ കോൺഗ്രസിൽ നിന്നും അനുഭാവപൂർവമായ പ്രതികരണമല്ല ഉണ്ടായത്. അങ്ങനെയാണ് BJP താൽപര്യം തരൂരിൽ ഉണ്ടാകുന്നത്. തരൂർ NSS ആസ്ഥാനത്ത് സജീവമായത് തന്നെ തന്റെ BJP പ്രവേശനത്തിന്റെ ഭാഗമായാണ്. BJPയിൽ എത്തുമെന്ന ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് സുനന്ദ പുഷ്കർ മരണത്തിൽ നിന്നും BJP തരൂരിനെ രക്ഷിച്ചത്. കരൺ അദാനി അടക്കമുള്ള ബിസിനസ്സുകാർ തരൂരിന് അനുകൂലമായി ഈ ചരടുവലികൾ നടത്തുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ചകൾ വേണ്ടെന്ന് KPCC തുറന്നു പറഞ്ഞത് തരൂരിന്റെ നീക്കങ്ങൾ കണ്ടതാണ്.
KPCC ഇത് സംബന്ധിച്ച് എംപിമാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഒരു സമുദായ നേതാവിനെയും അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ടതല്ല എന്നും ശശി തരൂർ MP വ്യക്തമാക്കി. സമുദായ നേതാക്കളെ കണ്ട് തരൂർ പിന്തുണ ഉറപ്പിക്കുന്നത് BJPയിലേക്ക് കടക്കാനാണെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചത്. കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കണ്ടതാണ് എന്ന് തരൂർ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ച ഇപ്പോൾ തുടങ്ങുന്നതിൽ പ്രസക്തിയില്ല. കേരളം കർമ്മഭൂമിയാണെന്നും തരൂർ വ്യക്തമാക്കി. കർമ്മഭൂമിയാണെന്ന് തരൂർ വ്യക്തമാക്കുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന ശശി തരൂരിന്റെ പ്രസ്താവനയെ വിമർശിച്ച കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ രംഗത്ത് വന്നിരുന്നു. നേതാക്കൾക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാകുമെങ്കിലും പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ചില രീതികളുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന നേതൃത്വത്തെ ഒരുപോലെ വെട്ടിലാക്കിയാണ് കേരള പ്ലാനുമായുള്ള തരൂരിന്റെ പര്യടനം. നിയമസഭയിലേക്ക് മത്സരിക്കാനും മുഖ്യമന്ത്രിയാകുവാനും വരെയുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ സാമുദായിക നേതാക്കളുടെ പിന്തുണ ആവർത്തിച്ചു ഉറപ്പാക്കിയാണ് നീക്കങ്ങൾ. തരൂരിനെ വാഴ്ത്തി NSS അടക്കം നിലയുറപ്പിക്കുമ്പോൾ കടുത്ത അമർഷമുണ്ടാകുന്നതിലും കേരള നേതാക്കൾ വിമർശനം ഉള്ളിലൊതുക്കുന്നതും പലതും മുന്നിൽ കണ്ടാണ്. എന്നാൽ തരൂർ ലൈൻ ശരിയല്ല എന്ന് തന്നെ ദേശീയ നേതൃത്വവും വ്യക്തമാക്കി. ശശി തരൂരിന്റെ സന്ദർശനങ്ങളിൽ ലീഗ് പ്രത്യേക മാനം കൊടുക്കുന്നില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. തരൂരിന്റെ മലപ്പുറം സന്ദർശനം UDFൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. തരൂരിന്റെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇന്നുവരെ ഇടപെട്ടിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ മുന്നിൽ നിർത്താൻ ലീഗിനും താൽപര്യമുണ്ട്. നിയമസഭാ സീറ്റ് ലക്ഷ്യമിടുന്ന ശശി തരൂർ MP അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന സൂചന ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. സിറ്റിംഗ് സീറ്റായ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ജനവിധി തേടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർലമെന്ററി രംഗത്തുനിന്ന് മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തരൂർ BJPയിലേക്കെന്ന പലവട്ടം വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ BJPയിൽ ചേരാൻ അദ്ദേഹം തയ്യാറല്ല. മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തരൂരിനെതിരെ അതിശക്തമായി രംഗത്തെത്തിയത് ഇത്തരമൊരു വാർത്ത പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. തരൂരിന്റെ ദില്ലിയിലെ വീട്ടിൽ സോണിയ രാഹുൽ വിരുദ്ധ സംഘത്തിൽ യോഗം വിളിച്ചത് BJPയിലേക്കുള്ള വാതിൽ തുറക്കുന്നതിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവും കരുതിയിരുന്നു. നരേന്ദ്രമോദിയുടെ രഹസ്യ നീക്കത്തിൽ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും വീണു എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കരുതുന്നത്. അതിന്റെ മുന്നണിയിൽ തന്നെ തരൂരുണ്ട് എന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും കരുതുന്നുണ്ട്. എന്തായാലും ശശി തരൂർ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുവല്ല. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ തനിക്ക് പിടിപ്പത് പണിയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിൽ നിരാശയുണ്ട്. കൂടുതൽ സമയവും അദ്ദേഹം ഡൽഹിയിലാണ് താമസം. കേരളത്തിലേക്ക് മടങ്ങി വന്നപ്പോഴാകട്ടെ കേരളത്തിലെ കോൺഗ്രസുകാരെ പാരവയ്ക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം KPCC നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസുകാരായിരിക്കണമെങ്കിൽ പാർട്ടിക്ക് വിധേയമായിരിക്കണമെന്നും തന്നെയാണ് നേതാക്കൾ വിശ്വസിക്കുന്നത്. ഇതെല്ലാം BJPയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. തരൂരിനെതിരെ മത്സരിക്കാൻ ഇടതുമുന്നണിക്ക് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ കിട്ടാറില്ല. CPIക്കാണ് തിരുവനന്തപുരം സീറ്റ് ഇടതുമുന്നണി നൽകുന്നത്. എന്തായാലും എത്ര നിന്നിട്ടും തരൂരിനെതിരെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. BJPയുടെ ലക്ഷ്യം കോൺഗ്രസിനുള്ളിൽ കലഹമുണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു. സീനിയർ നേതാക്കൾ ഓരോരുത്തരായി പുറത്തുപോയി BJP പാളയത്തിൽ ചേക്കേറുന്നത് കോൺഗ്രസ് നേതൃത്വം കണ്ടിട്ടും പ്രതികരിക്കരുത് എന്ന അതുകൊണ്ട് മാത്രമാണ്. പോകുന്നവരെല്ലാം പോകട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. തരൂരിന്റെ പോക്കും അവർ കണക്കുകൂട്ടുന്നുണ്ട്. തരൂർ പോയാൽ തിരുവനന്തപുരം സീറ്റ് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. ദേശീയ നേതാക്കളെയെല്ലാം ഈ അടർത്തി മാറ്റി കോൺഗ്രസ് ദുർബലപ്പെടുത്തുക എന്ന നീക്കമാണ് BJP നടത്തുന്നത്. തരൂരിന്റെ പ്രതിച്ഛായ മുതലാക്കി അദ്ദേഹത്തെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ മോദിക്ക് താൽപര്യമുണ്ട്. ഇക്കാലം അത്രയും തരൂർ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് പിന്തുണയോടെയല്ല. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകാൻ തരൂരിന് തീർച്ചയായും കഴിയും. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥിയായി തരൂർ മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് BJP കരുതുന്നു. അതായത് തരൂരിന്റെ തീരുമാനമാണ് ശരി. അറബിക്കടലിലായി കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.